പോളിംഗ് ബൂത്തിലേക്ക് പോകും മുൻപ് ബി.ജെ.പിയെ കനത്തിൽ അടിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒട്ടും വിചാരിക്കാത്ത നേരത്ത് കോൺഗ്രസിന്റെ പരാതിയിൽ ഇത്തരമൊരു അടി ബി.ജെ.പി കരുതിയിട്ടേയില്ല. മഹാരാഷ്ട്രയിൽ ബി.ജെ.പി നയിക്കുന്ന അമിത്ഷായും മോദിയും എങ്ങനെയെങ്കിലും വിജയിക്കണമെന്ന് കരുതുമ്പോൾ തന്നെ എല്ലാ സർവേ ഫലങ്ങളും ബി.ജെ.പിക്ക് എതിരാണ്. അതുമാത്രവുമല്ല, മണിപ്പൂരിന്റെ വിഷയത്തിൽ ഇന്ന് രാജ്യം മുഴുവൻ ബി.ജെ.പിക്ക് എതിരുമാണ്. ഇങ്ങനെ നീങ്ങുന്ന അവസരത്തിലാണ് ബി.ജെ.പിയുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ നീക്കം. ബി.ജെ.പി പുറത്തിറക്കിയ എല്ലാ തെരഞ്ഞെടുപ്പ് പരസ്യങ്ങളും നീക്കണം എന്നാണ് കമ്മീഷൻ താക്കീത് നൽകിയിരിക്കുന്നത്. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി പുറത്തിറക്കിയ വർഗീയ വിദ്വേഷ പരസ്യം നീക്കാൻ ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. വിഷയത്തിൽ കോൺഗ്രസ് നൽകിയ രണ്ടാം പരാതിക്ക് പിന്നാലെയാണ് കമ്മീഷൻ ഈ കടുത്ത നടപടി ബി.ജെ.പിക്കെതിരെ സ്വീകരിക്കുന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന വിധത്തിലുള്ള എല്ലാ പരസ്യങ്ങളും നീക്കം ചെയ്യണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചതോടെ കേന്ദ്ര ബി.ജെ.പിയുടെ പ്രചാരണങ്ങൾക്ക് താളം തെറ്റുകയാണ്. അതായത് മെറ്റ എക്സ് ഹാൻഡിലിൽ പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തെ താറടിച്ച് കാണിക്കുന്ന വിധത്തിലുള്ള പരസ്യം വ്യാപകമായി ബി.ജെ.പി പ്രചരിപ്പിച്ചിരുന്നു. തുടർന്നാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുൻപ് സമൂഹ മാധ്യമം വഴിയുള്ള ബി.ജെ.പിയുടെ ഇത്തരം പോസ്റ്റുകൾ നിരോധിക്കാൻ കമ്മീഷൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ച അതേ തന്ത്രമാണ് ബി.ജെ.പി നടത്തുന്നതെന്ന് പാർട്ടി വക്താവ് ജയറാം രമേശ് നൽകിയ പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിനെതിരെ വ്യാജവും തെറ്റിദ്ധാരണ പടർത്തുന്നതുമായ സന്ദേശങ്ങളാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താൻ കമ്മീഷൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നുമാണ് അദ്ദേഹം ഇവിടെ ആവശ്യപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം ചെയ്ത വികസന നേട്ടങ്ങൾ ഒന്നും എണ്ണിപ്പറയാനില്ലാത്ത സാഹചര്യത്തിൽ ബി.ജെ.പിക്ക് ആകെയുള്ളത് വർഗീയത മാത്രമാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് വരെ അവർക്ക് യു.പി.എ ഭരണ പരാജയങ്ങളെ എടുത്തു കാട്ടാനുണ്ടായിരുന്നു. പക്ഷെ തുടർച്ചയായി മൂന്നാം തവണയും മോദി അധികാരത്തിലെത്തിയപ്പോൾ ഇരട്ട എഞ്ചിൻ സർക്കാരും ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും ഭരണവും നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ യു.പി.എ ഭരണത്തെ ഇനിയും പഴി പറയാൻ പറ്റില്ല. കാരണം അതൊരു പഴങ്കഥയായി മാറിയിരിക്കുന്നു. അപ്പോൾ പിന്നെ ഹിന്ദു അജണ്ട എന്ന തരത്തിൽ വർഗീയത വിളമ്പുക മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഒരേ ഒരു മാർഗം. അപ്പോ വികസനത്തെ ഒന്ന് തൊട്ടുനോക്കുക പോലും വേണ്ടല്ലോ. അവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലൊരു കടുത്ത നീക്കം നടത്തി എല്ലാ പരസ്യങ്ങളും നീക്കണമെന്ന് പറയുന്നത്.